നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ അടുത്ത് ഫാമിലിയോ ഫ്രണ്ട്സോ എന്താവട്ടെ അവിടെ പോയി സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് അവർ നിങ്ങൾ സംസാരിക്കുന്നൊന്നും കേൾക്കുന്നില്ല, അവർ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു, നമ്മൾ എന്ത് സംസാരിച്ചാലും നമ്മളൊരു മൈൻഡില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ള ലെവലിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുക എന്താണ്, അവരെന്നെ അക്സെപ്റ്റ് ചെയ്യണില്ല, അവരെന്താ ഇങ്ങനെയെന്നൊക്കെ പറയും അല്ലേ? മേ ബി അവരുടെ അടുത്ത് ആയിരിക്കില്ല മിസ്റ്റേക്ക്, നിങ്ങളുടെ അടുത്ത് തന്നെ ആയിരിക്കും. കാരണം നിങ്ങൾ എന്തെങ്കിലും സബ് കോൺഷ്യസ് ആയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ടായിരിക്കും, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ അറിയാണ്ട് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും ഫാമിലിയുടെ അടുത്തായാലും നമുക്കൊരു ഗ്യാപ്പ് വരുന്ന നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നോക്കാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ വിഷയം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് നെഗറ്റീവ് ബോഡി ലാംഗ്വേജ്. നമ്മുടെ ലൈഫിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ പകുതിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ നോൺ വെർബലി ആണ്, നമ്മുടെ ആക്ഷൻസിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ മുഖത്തായാലും നമ്മുടെ കൈകളിലായാലും ഒക്കെ വരുന്ന രീതികൾ അത് മോശമായി കഴിഞ്ഞാൽ, ഒരു പുവർ ബോഡി ലാംഗ്വേജ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര മോശമാണത്. നമ്മളിങ്ങനെ എപ്പോഴും അവിടെ മാന്തി ഇവിടെ മാന്തി അല്ലെങ്കിൽ ചെയിൻ ഇങ്ങനെ പിടിച്ച് ഷാൾ ഇങ്ങനെ പിടിച്ച് അതിങ്ങനെ പിടിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതൊരു ഡിസ്ട്രാക്ഷനാണ്. ലൈക്ക് അവർ വിചാരിക്കുന്നതാണ് നമ്മൾക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അവർ പറയാൻ കേൾക്കാൻ താല്പര്യമില്ല തോന്നും. അല്ലാന്നുണ്ടെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരുമാതിരി ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജോട് കൂടി സംസാരിക്കുക, അതും വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് അത്രത്തോളം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏത് വ്യക്തിയായിട്ട് സംസാരിക്കുന്ന സമയത്തും ഒരു പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്, നല്ല ചിരിച്ച, നല്ലൊരു പ്ലസൻറ്റ് ഫേസോട് കൂടിയിട്ട്, നല്ലൊരു ഓപ്പൺ ബോഡി ലാംഗ്വേജോട് കൂടിയിട്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് നോക്കുക. ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇംപ്രസ്ഫുൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തത് ഏറ്റവും അനോയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എൻ്റെ അമ്മോ എന്താണെന്ന് വെച്ചാൽ ഈ ഇടയിൽ കയറി സംസാരിക്കുക എന്ന് പറയും. നമ്മളിങ്ങനെ 2 പേരോ 3 പേര് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കുക. എന്തൊരു അനോയിങ് ആയിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് ഒന്നങ്ങോട്ട് കൊടുക്കാനൊക്കെ തോന്നും ചില സമയത്ത് ആരെങ്കിലും സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ. അത്ര നമുക്ക് ഡിസ്റ്റർബൻസ് ആണ് ഒരു പരിപാടി എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമായിരിക്കും, അതിനിടയിൽ കൂടെ വേറൊരാൾ വന്നിടാ അതെല്ലാം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വേറൊരു ടോക്ക് അവിടെ കൊടുന്നിടും. ഭയങ്കര ബുദ്ധിമുട്ടാണത്. അത് നമുക്ക് ഇങ്ങനെ ഇടയിൽ കയറി സംസാരിക്കുന്നവർക്ക് അറിയില്ല, ബാക്കി ചുറ്റിലുള്ളവർക്കാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചില ആൾക്കാരെ വിചാരമുണ്ട് നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നാൽ മാത്രമാണ് ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കത്തുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യമുണ്ടോ? പ്രത്യേകിച്ച് ഇടയിൽ സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്തൊരു ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ളവർക്ക് നെഗറ്റീവ് ഫീലിങ്സ് അല്ലേ വരത്തുള്ളൂ. അപ്പം അതിന് ഒരിക്കലും നമ്മൾ ഇടയ്ക്ക് സംസാരിക്കാനേ പാടില്ല. ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അത് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കേൾക്കുക. കേട്ടിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കുക. എന്നിട്ട് അവർ പറഞ്ഞു തീർന്നതിന് ശേഷമാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇടയിൽ കയറി ഒരിക്കലും സംസാരിക്കാൻ നിൽക്കേണ്ടത്. നമ്മൾ ഒരു മനുഷ്യനാവുമ്പോൾ നമ്മൾ കുറ്റം പറയുന്നതൊക്കെ സഹജമാണ് അല്ലേ? സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അത് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. ഫുൾ ടൈം ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഒരാളെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുക ഫുൾ ടൈം. അങ്ങനത്തെ വ്യക്തികളെ ബാക്കിയുള്ളവർ വിലയിരുത്തും വേഗം. ഇങ്ങനെ എപ്പോഴും ബാക്കിയുള്ളവരെ അനങ്ങിയ ഒരു സമയം കിട്ടുന്ന സമയത്ത് ബാക്കിയുള്ളവരെ പറ്റി കുറ്റം പറയുന്ന ഒരു വ്യക്തി നാളെ എന്തുകൊണ്ട് എന്നെ പറ്റി കുറ്റം പറഞ്ഞുകൂടാ എന്നുള്ളൊരു സാധനം ഓട്ടോമാറ്റിക്കലി ഈ കേൾക്കുന്ന വ്യക്തിക്ക് തോന്നും. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് മെല്ലെ മെല്ലെ ഒരു ഗ്യാപ്പ് ഇടാൻ നോക്കും. എന്താ ഈ വ്യക്തി ഫുൾ ടൈം പരദൂഷണ, കുറ്റം മാത്രമേ പറയുള്ളൂ. ഒരാൾ മാറിക്കഴിഞ്ഞാൽ അയാളെ പറ്റിയുള്ള കുറ്റമാണ് അല്ലെങ്കിൽ കംപ്ലൈൻറ്റുകളാണ് പറയുന്നത്. അത് ശരിയല്ലല്ലോ. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും ശരിയല്ല. ബാക്കിയുള്ളവർ നെഗറ്റീവായിട്ട് മാത്രമേ അത് ഏറ്റെടുക്കത്തുള്ളൂ. മെല്ലെ മെല്ലെ ഒരു ഗ്യാപ്പ് വരാനായിട്ട് തോന്നും. പൊങ്ങച്ചം പറയാം, എപ്പോഴും ഞാൻ എന്ത് നേടി, ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ 2-3 പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, നമ്മുടെ കാര്യങ്ങൾ മാത്രം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർക്ക് അതൊരു ബോറടിയാണ്, പൊങ്ങച്ചായിട്ട് ഫീൽ ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഓവറായിട്ട് ഒരിക്കലും പറയരുത്. ഒരു മിനിമം മാത്രം പറഞ്ഞാൽ മതി. എന്തിനാ? അവർക്ക് നമ്മുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ചോദിച്ചറിഞ്ഞോളൂല്ലോ. അപ്പം നമ്മളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരെക്കുറിച്ച് നമ്മൾ ചോദിക്കുക. നമ്മൾ പറയാൻ അത്ര നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അവരെക്കുറിച്ചും ചോദിക്കാനായിട്ട് നോക്കുക. അവരുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെ നേടി, അവരുടെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അവരുടെ കരിയർ എന്താണ്, അതിനെക്കുറിച്ച് ചോദിക്കുക. അപ്പോഴാണ് ഒരു ഈക്വാലിറ്റി അവിടെ വരത്തുള്ളൂ. മറ്റേ നമ്മളെക്കുറിച്ച് മാത്രം നമ്മളിങ്ങനെ റേഡിയോ പോലെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവർക്കാണെങ്കിൽ അതിൽ കേൾക്കാനും താല്പര്യം ഉണ്ടാവില്ല. ഒന്നാമത്തെ വിഷയം, നമ്മൾ ഒരു മിനിമലായിട്ട് മാത്രം നമ്മളെക്കുറിച്ച് സംസാരിക്കുക. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ചോദിച്ചു വരും എന്നുള്ളതാണ്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമ്മൾ ചോദിച്ചറിയാം.
ഇനിയിപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ പറഞ്ഞേ മതിയാവുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ചെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുക, അവരെക്കുറിച്ച് ചോദിച്ചറിയുക. അപ്പോൾ ഒരു ഇക്വാലിറ്റി അവിടെ വരും. അപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്കും വലിയ കുഴപ്പമില്ല, ശരി എന്നെക്കുറിച്ച് ചോദിക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാധനം വരും. അല്ലാണ്ട് ഇങ്ങനെ പൊങ്ങച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ അത് എനിക്കതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഭയങ്കര ബോറാണ്. കേൾക്കാൻ മനസ്സിലാണ്ടിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ലൊരു ലിസണർ ആയിരിക്കുക എന്നുള്ളത്, അല്ലേ? ഒരാൾ പറയുന്നത് പൂർണ്ണ മനസ്സോട് കൂടി കേൾക്കുക എന്നുള്ളത്. ചിലവരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കണം, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് അവർക്ക് കേൾക്കാൻ പറ്റില്ല. അത് മതി, ശരി പറഞ്ഞിട്ട് അവരങ്ങനെ അതങ്ങനെ വേറെ രീതിക്ക് ഡിസ്ട്രാക്ഷനിൽ അത് വരുത്തിക്കൊണ്ട് വേറെ രീതിക്ക് ഇതിൽ ടോക്കോ കൊണ്ടുപോയിട്ട് അത് അവിടുന്ന് ആ ടോപ്പിക്കേ മാഞ്ഞു പോകും. അങ്ങനത്തെ രീതിക്ക് സംസാരിക്കുന്നവരുണ്ട്. അപ്പം നമ്മളൊരു കാര്യം പറയുന്ന ആ വ്യക്തി കേൾക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ലേ, അല്ലേ? അപ്പം അത് മനസ്സിലാക്കാനായിട്ട് നോക്കുക. നമ്മൾ അയാൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതേ ഒരു വാല്യൂ നമ്മൾ തിരിച്ചും കൊടുക്കണം. നമ്മൾ അയാൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മളത് പൂർണ്ണ മനസ്സോടു കൂടി കേൾക്കുക. എന്നിട്ട് അതിലെന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അതെന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് തോന്നുന്നത് ശരി, അയാൾ അതിന് അത്രയും മനസ്സിരുത്തി കേട്ടോണ്ടാണല്ലോ ഈ ഒരു കൺഫ്യൂഷൻ അയാൾക്ക് വരാൻ റീസൺ. അപ്പം അയാൾ ചോദിക്കുന്നതിൽ അർത്ഥം ഉണ്ടെന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് തോന്നും, എന്നെ കേൾക്കുന്നുണ്ട് എന്നുള്ളത് തോന്നും. ഈ ലോകത്ത് ഇപ്പം കേൾവിക്കാർക്കാണ് ഇത് കുറവ്. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ അഡിക്റ്റ് ആയതിലൂടെ നമുക്ക് ഈ ഇൻസ്റ്റഗ്രാം അല്ലാന്നുണ്ടെങ്കിൽ റീൽസ് ഷോർട്സ് കണ്ടിട്ട് ഈ 30 സെക്കൻഡ് 1 മിനിറ്റ് കൂടുതലൊന്നും നമുക്കൊരു കാര്യം സഹിക്കാൻ വയ്യാണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ ഡ്യൂറേഷൻ വളരെ കുറഞ്ഞു പോയി നമുക്ക്, അല്ലേ? ഇപ്പോൾ വീഡിയോസിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ ഷോർട്സും റീൽസും മാത്രമാണ് കാണുന്നത്. നമുക്ക് അത്രയും ക്ഷമയേ ഉള്ളൂ. അപ്പോൾ ഒരാൾ ഒരു 10 മിനിറ്റ് അരമണിക്കൂറിന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട്. കേൾവിക്കാർ പൊതുവെ കുറവാണ്. അപ്പോൾ കേൾക്കാൻ ഒരാൾ തിന്നുകൊടുക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് പൂർണ്ണ മനസ്സോടുകൂടി അത് കേൾക്കാനായിട്ട് നോക്കുക. പിന്നെ എന്തെങ്കിലും കാര്യം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അതെന്താ വെച്ചാലേ എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? അങ്ങനെ നമ്മൾ മൂളിക്കഴിഞ്ഞാൽ ഈ കേൾക്കുന്നവരെന്താ അറിയുക വിചാരിക്കുക, നമ്മളെന്തോ ഇമ്പോർട്ടൻ്റ് ഇല്ലാണ്ട് അല്ലെങ്കിൽ വാല്യൂ ഇല്ലാത്തൊരു കാര്യമാണ് സംസാരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ എപ്പോഴും അങ്ങനത്തെ ഈ എന്നൊക്കെ പറയുന്നത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയുന്നതിന് മുന്നേ അതിനെ കുറിച്ചിട്ട് നല്ലോണം ആലോചിച്ച് ഒരു ധാരണയോടുകൂടി സംസാരിക്കാൻ നിൽക്കുക. അല്ലാണ്ട് എനിക്കത് പറയണമല്ലോ വിചാരിച്ച് ചാടിക്കയറി പറയാൻ നിൽക്കണ്ട. അപ്പോൾ ഈ ഇങ്ങനത്തെ ലാംഗ്വേജൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു വാല്യൂ ഇല്ലാത്ത പോലെ ഒരു ഫീല് വരും. അപ്പം അങ്ങനത്തെ സംസാരം കുറയ്ക്കാനായിട്ട് അത്യാവശ്യം ചിന്തിച്ചിട്ട് സംസാരിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വോളിയം, നമ്മുടെ ക്ലാരിറ്റി, നമ്മുടെ ടോൺ എന്ന് പറയുന്നത്. എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മെല്ലനെ പറഞ്ഞാൽ അവർക്കത് എന്താ പറയുക കൺവീനിയൻ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, പറ്റില്ല. ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവോ? ഇല്ല. നമ്മുടെ ടോണ് വളരെ മോശമാണ്, ഭയങ്കര കാഷ്ട്യം പിടിച്ച് നമ്മൾ സംസാരിക്കണം, ഭയങ്കര അഹങ്കാരത്തോട് കൂടി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് കേൾക്കാൻ തയ്യാറാവും? ഒരിക്കലും ഇല്ല. അപ്പം അതിനും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം ഷാർപ്പായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഷാർപ്പായിട്ടാണ് സംസാരിക്കുക. നല്ല ക്ലാരിറ്റിയോടുകൂടി കൺഫ്യൂഷൻസ് ഇല്ലാണ്ട് വ്യക്തമായിട്ട് സൗണ്ടോടുകൂടി സംസാരിക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് അത് ബാക്കിയുള്ളവരുടെ മനസ്സിലേക്ക് ഇറങ്ങത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ മോശമായിരിക്കും. ബാക്കിയുള്ളവർക്ക് നമ്മളടുത്ത് സംസാരിക്കാനേ തോന്നുന്നില്ല. അവർ നമ്മളെ പോക അവോയ്ഡ് ചെയ്യും. അപ്പോൾ അവോയ്ഡൻസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അത് തിരിച്ചറിഞ്ഞിട്ട് തിരുത്താനായിട്ട് നോക്കുക.